Minninga, powered by Lakshmi Jewelry and celebrated by Easter. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഈ 5ാം ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ, നമ്മുടെ 4 ഘട്ടം കഴിഞ്ഞ 4 ഘട്ടത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 3 കൂട്ടുകാർ ശീതൾ, ശ്യാംലാൽ, കാർത്തിക 3 പേരും ഈ 5ാം ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകില്ല. ബാക്കിയുള്ള 8 പേരുമായിട്ടാണ് നമ്മുടെ ഈ സംഗീതയാത്ര നമ്മൾ തുടരാൻ പോകുന്നത്. വ്യത്യസ്തമായ 5 റൗണ്ടുകളുമായിട്ടാണ് ഈ 5ാം ഘട്ടം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഒരു സിഗ്നേച്ചർ റൗണ്ട് എന്ന് പറയുന്നത് മണിമേളം റൗണ്ടാണ്. മണിമേളം റൗണ്ടിന് ഒരു മാറ്റമില്ല. മണിച്ചേട്ടന്റെ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മണിമേളം റൗണ്ട് ഇത്തവണയുമുണ്ട്. ഓണം വന്നെത്തിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ദേശീയ ഉത്സവമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു വികാരമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന മനോഹരമായ ഓണപ്പാട്ടുകൾ നമുക്കുണ്ട്. ഓണപ്പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ഓണം റൗണ്ട് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാടൻ പാട്ടിന് തന്നെ വ്യത്യസ്തമായ പല വിഭാഗങ്ങളുണ്ട്. ഒരുപാട് ശൈലിയിലുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു ശൈലിയാണ് വഞ്ചിപ്പാട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ യുവജനോത്സവങ്ങളിൽ മാത്രമാണ് ഈ വഞ്ചിപ്പാട്ട് നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം. പക്ഷേ മിന്നാമിനുങ്ങിലൂടെ വഞ്ചിപ്പാട്ടിന് നമ്മളൊരു റൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഒരു റൗണ്ട് ഉള്ളത് ഉത്സവം റൗണ്ടാണ്. ഉത്സവം പ്രതീതി ഉണർത്തുന്ന ഗാനങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പൊ മിന്നാമിനുങ്ങിന് ഒരു മേളക്കൊഴുപ്പേകാൻ ഉത്സവം റൗണ്ടും ഈ ഘട്ടത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പല പല വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പലപ്പോഴും നാടൻ പാട്ടുകൾ. അത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനയായിരിക്കും. വയലേലകളും കാട്ടുചോലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൗണ്ട് നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്, പ്രകൃതി റൗണ്ട്. അപ്പോൾ വ്യത്യസ്തവും മനോഹരവുമായ ഈ 5 റൗണ്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നമ്മുടെ ഈ 5ാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സാർ സ്വാഗതം. മഹതി മാം മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. നാദർഷിക സ്വാഗതം. Once again we welcome you to Minnamininga, powered by Lakshmi Jewelry and celebrated by Easter. മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ടാണ്. നിരവധി നാടൻപാട്ട് വേദികളിലൂടെ നമുക്ക് സുപരിചിതനായ, പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ പാട്ടുകളിലൂടെ നമുക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി ഇന്ന് പാട്ട് പാടാൻ പോകുന്നത്. ശ്രീ സുധീഷ് ചാലക്കുടി. മണിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതലേ മണിച്ചേട്ടൻ്റെ വളർച്ച കണ്ടിട്ടുള്ള, ആ സ്കൂളിൽ തന്നെ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പം മുതലേ മണിച്ചേട്ടൻ എന്താ പറയുക, ഞങ്ങളുടെ ചെറുപ്പത്തിൽ മണിച്ചേട്ടൻ അന്നേ സെലിബ്രിറ്റി ആയിരുന്നു. ഓരോ യുവജനോത്സവം നടക്കുമ്പോഴും മണിച്ചേട്ടൻ വന്ന് ഓരോ മിമിക്രി കാട്ടി കയ്യിലെടുത്ത് ആൾക്കാരെ, ടീച്ചേഴ്സിനെയും എല്ലാവരും കയ്യിലെടുത്തിട്ടൊരു ഒരു വ്യക്തിയാണ്. മാത്രമല്ല എൻ്റെ അമ്മ ആ സ്കൂളിൽ ഇപ്പോഴും കുട്ടികൾക്ക് കഞ്ഞി വയ്ക്കുന്ന ജോലിയാണ് അവിടെ ഉള്ളത്. മണിച്ചേട്ടൻ ഉള്ളപ്പോൾ 25 വർഷം മുമ്പ് മുതലേ ഉള്ള ഒരു റിലേഷനാണ്. ഞാൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും മണിച്ചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. രാധേച്ചിയുടെ മോനല്ലേ, ഇതിൻ്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസിനും വിളിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമാണ് കൂടുതൽ അടുക്കാൻ പറ്റിയത്. മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പോകാൻ സാധിച്ചു, പുറത്തു പോകാൻ സാധിച്ചു. അപ്പോൾ എന്താ പറയുക, ഒരു സഹോദരൻ്റെ ഒരു സ്നേഹമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. എന്തായാലും മണിച്ചേട്ടനെ ശരിക്കും മിസ് ചെയ്യുന്നു. റബ്ബർ പാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. കള്ളടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണ് പോകുമ്പോൾ തോളിലിട്ട് വീട്ടിലാക്കാനാളൊരുത്തൻ വേണ്ടടി. കള്ളടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണ് പോകുമ്പോൾ തോളിലിട്ട് വീട്ടിലാക്കാനാളൊരുത്തൻ വേണ്ടടി.
തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ വേണ്ടി. അസ്ഥിക്ക് വകയില്ലേനും അഹങ്കാരത്തിന്റെ കൂടമല്ലേ, മെരുക്കുവാൻ പണിയാണേലും മെരുങ്ങിയാൽ പുള്ളിമാരല്ലേ. അസ്ഥിക്ക് വകയില്ലേനും അഹങ്കാരത്തിന്റെ കൂടമല്ലേ, മെരുക്കിയാൽ പണിയാണേലും മെരുങ്ങിയാൽ പുള്ളിമാരല്ലേ. ഞാനിതെത്ര കണ്ടതല്ലേ വാടി പെണ്ണെ സുന്ദരിയേ, പെൺപുച്ചേ നോക്കിടാ ഞാനെന്നും നിന്നെ സുന്ദരിയെ. ഞാനിതെത്ര കണ്ടതല്ലേ വാടി പെണ്ണെ സുന്ദരിയെ, പെൺകൊച്ചേ വേണ്ട വേണ്ട വാശി വേണ്ട. റബ്ബർപാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർപാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. കള്ളടിച്ചു നിന്റെ അപ്പൻ പാമ്പ് പോലെ, തോളിലിട്ട് വീട്ടിലാക്കാനാളൊരുത്തൻ വേണ്ടടി. കള്ളടിച്ച് നിന്റെ അപ്പൻ പാമ്പ് പോലെ, തോളിലിട്ട് വീട്ടിലാക്കാനാളൊരുത്തൻ വേണ്ടടി. റബ്ബർപാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർപാൽ പോലൊരു പെണ്ണ് പാലക്കാരി, തൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് നമ്മളെ കാത്തിരിക്കുകയാണ്. സുഭാഷ് ആണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ 5ാം ഘട്ടത്തിൽ ആദ്യമായി മണിമേളം റൗണ്ടുമായിട്ടാണ് സുഭാഷ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സുഭാഷ്. കടപ്പുറത്തെ കരിമണലി എരവളഞ്ഞു കണറുകുത്തി. കടപ്പുറത്തെ കരിമണലി എരവളഞ്ഞു കണറുകുത്തി. സുഭാഷ്, 5ാം ഘട്ടത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. അപ്പൊ എന്താണ് ആകെപ്പാടെ ഒരു നാടൻ ലുക്കിലാണെന്ന് വരവ്? മണിച്ചേട്ടന്റെ പാട്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? വേളൂരി ഷാപ്പില് ഷാപ്പില് പോകാനുള്ള അറ്റയറാണല്ലേ ഇത്? അതെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടൂ. ശരി, താങ്ക് യു. വെള്ളൂര് ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ. കള്ളു കുടിച്ചൊന്നും കയ്യൊന്നും പോയതും നേരാണേ. എക്കണേ കൊല്ലം കുറച്ചായേ. വെള്ളൂര് ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ. കള്ളു കുടിച്ചൊന്നും കയ്യൊന്നും പോയതും നേരാണേ. എക്കണേ കൊല്ലം കുറച്ചായേ. കൊല്ലം കുറച്ചായേ. കൊല്ലം കുറച്ചായേ. കൊല്ലം കുറച്ചായേ.
ഷാപ്പിലെ ബെഞ്ചിൽ കിടന്നു ഞാൻ പിച്ചും പിഴയും പറയുമ്പോൾ ഷാപ്പിന്റെ വാതിലടച്ചിട്ട് പിച്ചും പിഴയും പറയുമ്പോൾ ഷാപ്പിന്റെ ബെഞ്ചിൽ അടച്ചുമ്പോ പിച്ചും പിഴയും പറയുമ്പോൾ ഷാപ്പിന്റെ വാതിലടച്ചിട്ട് എന്നെ എടുത്ത് പുറത്തിട്ട് നേരം കണ്ണിക്കണ്ട നേരത്ത് പാതിര നേരത്ത് എന്നൊരുത്തി ആട്ടങ്കാരി കണ്ണു നിൽക്കുന്നു കാതിര നിന്ന് നിൽക്കുമ്പോൾ നേരം കണ്ണിക്കണ്ട നേരത്ത് പാതിര നേരത്ത് പെണ്ണൊരുത്തി ഇക്കണ്ട നേരത്ത് എന്നെ കണ്ണു മടത്തി കാണിച്ചല്ലോ കണ്ണു കടിക്കണ എത്തിരടിക്കണ പെണ്ണാണേ വെളൂരി ഷാപ്പിലെ പെണ്ണേ വെലൂരി ഷാപ്പിലെ പെണ്ണാണേ വെലൂരി ഷാപ്പിലൊരിക്കല് കള്ളു കുടിക്കാൻ ഒറ്റയ്ക്ക് പോയത് നേരാണേ കള്ളു കുടിച്ചു കുടിച്ചു കയ്യെന്ന് പോയത് നേരാണേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ ചുറ്റിത്തിരിഞ്ഞു നടന്നു ഞാൻ അമ്പലം 3 വലം വച്ചേ മേലത്തെ കാവില് ഞാനൊന്ന് വട്ടം തിരിഞ്ഞൊന്ന് നോക്കുമ്പോ ചുറ്റിത്തിരിഞ്ഞു നടന്നു ഞാൻ അമ്പലം 3 വലം വച്ചേ മേലത്തെ കാവില് ഞാനൊന്ന് വട്ടം തിരിഞ്ഞൊന്ന് നോക്കുമ്പോ താടിക്ക് കൈയും കൊടുത്തിട്ട് തെക്കോട്ട് നോക്കി ഇരുത്തെടുത്തി തത്തത്തെ കൈനോട്ടക്കാരിയുടെ ചേലിൽ ചിന്തിച്ചിരുപ്പവള് താടിക്ക് കൈയും കടുത്തിട്ട് തെക്കോട്ട് നോക്കി ഇരുപ്പൊരുത്തി തത്തത്തെ കൈനോട്ടക്കാരിയുടെ ചേലിൽ ചിന്തിച്ചിരുപ്പവള് വെലൂരി ഷാപ്പിലൊരിക്കല് കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ കള്ളു കുടിച്ചു കുടിക്കുന്ന കയ്യെന്നും പോയതും നേരാണേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ വെലൂരി ഷാപ്പിലൊരിക്കല് കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ കള്ളു കുടിച്ചു കുടിക്കുന്ന കയ്യെന്നും പോയതും നേരാണേ എങ്ങനെ കൊല്ലം കുറച്ചായേ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ എങ്ങനെ കൊല്ലം കുറച്ചായേ സുഭാഷ്, മണിമേളം റൗണ്ടിൽ ശരിക്കും മണിച്ചേട്ടൻ്റെ നല്ലൊരു പാട്ടാണ് പാടിയത്. ഇപ്പം ഡാൻസേഴ്സും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഒരു മേളക്കൊഴുപ്പുണ്ടായിരുന്നു. ഇനി പാട്ടിന്റെ കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പസ്വാമി സാർ. സുഭാഷ് സാർ எப்பவும் போல் சபாஷ். താങ്ക് യു സാർ. అదే అదేనది కైలికి ముక్కా పెండు ముక్కా పెండ ఆ పెండో ఆ పెండ ఓకే ఓకే സ്റ്റൈലാണ്. അതെ പാട്ടിന്റെ പിച്ച് ആണ് ഹൈ പിച്ച്, നന്നായിട്ട് പാടി. ടോപ്പ് നോട്ട്സ് വെരി നൈസ്. ഒരു ഗാഡ് ഗിഫ്റ്റ് ഒരു വോയിസ് ഫോർ നാടൻ പാട്ടുകൾക്ക് നല്ല മേൽ പിച്ച് പോകുന്നത് നല്ല ഗാഡ് ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. ഈ പാട്ട് നിങ്ങൾ നന്നായിട്ട് പാടി, പിന്നായിട്ട് ഡാൻസ് കൂടെ നന്നായിട്ടുണ്ട്, ബെസ്റ്റാണ്. താങ്ക് യു സർ. മഹതി മാം. സുഭാഷ് ഹായ്. നന്നായി പാടി. താങ്ക് യു മാം. സുഭാഷ് ഒത്തിരി ഹൈ പിച്ചാണല്ലേ. എപ്പോഴും പാടുന്നത് 3-ലൊക്കെയാണ്, ഇത് അതിലും കൂടുതലുണ്ട് അല്ലേ? 5. ഓക്കെ, സൂപ്പർ. സോ ആ വോയിസ് റേഞ്ച് ശരിക്കും അതിനൊരു ഹാറ്റ്സ് ഓഫ് പറയുന്നു എപ്പോഴും. സുഭാഷിന് എപ്പോഴും പറ്റാത്ത ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇന്ന് സുഭാഷ് ആണോ എന്ന് പറഞ്ഞ പോലത്തെ വോയിസിൽ ഇത്തിരി സ്ക്രാച്ച് വന്നു അല്ലേ, ഒരു ഡ്രൈനെസ് പോലെ. ആ, സോ അത് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നായിരുന്നു. പിന്നെ ക്ലാരിറ്റി, സുഭാഷ് വരുമ്പോൾ ഞങ്ങൾ ശ്രുതിയും നോട്ട്സിന്റെ ക്ലാരിറ്റി ഇതൊന്നും ഞങ്ങൾ ആലോചിക്കും കൂടിയില്ല, ബിക്കോസ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും സുഭാഷിന്റെ നോട്ട്സ്. ബട്ട് ഇന്ന് കുറച്ച് നോട്ട്സിന്റെ ക്ലാരിറ്റി, പിന്നെ ആ ഫസ്റ്റ് ഫ്രേസ് എപ്പോഴും പാടുമ്പോഴും താളത്തിന്റെ ഒരു ചെറിയ ഒരു സിങ്ക് കിട്ടിയില്ല എനിക്ക്. സുഭാഷ്
ഒന്ന് ഓടുന്ന ഒരു ഫീൽ എനിക്ക് വന്നു കേട്ടോ. സോ അത്രേ ഉള്ളൂ, ചെറിയ ചെറിയ കുഴപ്പങ്ങളാണ്. ഐ തിങ്ക് സുഭാഷിന് കുറച്ച് നല്ല ഹൈ പിച്ച്, അതിലൊരു കോൺസെൻട്രേഷൻ പോയിട്ടുണ്ടാവും. എനിഹൗ ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ പെർഫോമൻസ്. നല്ല എനർജറ്റിക് ആയിരുന്നു പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നാദർഷിക. സാധാരണ നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ സ്റ്റേജിൽ സാധാരണ ടെമ്പോയേക്കാൾ കുറച്ചുകൂടി കയറ്റി പാടാറുണ്ട്, സ്റ്റേജ് പവറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പാടിയ പാട്ട് തന്നെ കുറച്ച് ടെമ്പോ കുറയ്ക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടിയെന്ന് എനിക്ക് തോന്നി. ഇത് നല്ല ഓട്ടോയി പോയി. കാരണം ചില പാട്ടുകളുടെ ടെമ്പോ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഒരു അത് ടെൻഡൻസി നഷ്ടപ്പെടുകയാണ്. ഇതേ സംഭവം തന്നെ ഒന്ന് ടെമ്പോ കുറച്ചിട്ട് പാടിയാൽ എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ടെമ്പോ ഒന്ന് കുറച്ച്. വെലൂര് ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ. കള്ളു കുടിച്ചു കുടിച്ചു ഞാൻ കയ്യൊന്നും പോയതും നേരാണേ. എക്കണേ കൊല്ലം കുറച്ചായേ, എക്കണേ കൊല്ലം കുറച്ചായേ. വെലൂര് ഷാപ്പിലൊരിക്കൽ കള്ളു കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയതും നേരാണേ. കള്ളു കുടിച്ചു കുടിച്ചു ഞാൻ കയ്യൊന്നും പോയതും നേരാണേ. കള്ളു കുടിച്ചു കുടിച്ചു കയ്യൊന്നും പോയതും നേരാണേ. കെക്കണേ കൊല്ലം കുറച്ചായേ, കെക്കണേ കൊല്ലം കുറച്ചായേ. ഓക്കെ സുഭാഷ്, ഈ ഒരു ടെമ്പോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ പാട്ട് നല്ല ഇമ്പാക്റ്റ് കിട്ടിയാണ്. അപ്പം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ പാട്ടിന്റെ വെറുതെ ടെമ്പോ കൂട്ടി പാടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ട് നന്നാവും എന്നുള്ള തോന്നൽ തെറ്റാണ്. ചില പാട്ടുകൾക്ക് ഓവറായിട്ട് ടെമ്പോ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആസ്വദിക്കാനുള്ള ശേഷി പോകും. പിന്നെ എനിക്ക് തോന്നിയത് സുഭാഷ് ലിറിക്സ് അനുപല്ലവിയിൽ പിച്ചും പിഴയും ഒക്കെ 2 പ്രാവശ്യമൊക്കെ കയറി പാടുന്നുണ്ട്. അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലേ ലിറിക്സ് മാറിപ്പോ അല്ലേ സാറല്ല, അത് മാനേജ് ചെയ്ത് ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് നമ്മൾ കൂളായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സെൻസ്. ബാക്കിയെല്ലാ കാര്യങ്ങളും നന്നായിരുന്നു. സുഭാഷ്, പിന്നെ നമുക്ക് മാർക്സ് ചോദിക്കാം. ശരി, കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 27. മഹതി മാം 27. നാദർഷിക 27. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ന് 81 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ത്രോട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള ഫ്ലോസും ഒക്കെ മാറ്റി നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ സുഭാഷ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സുഭാഷിന്റെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മളെ കാത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ്, പ്രകൃതി റൗണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനകൾ. അപ്പോൾ പ്രകൃതി റൗണ്ടിൽ അടുത്തതായി പാടാൻ പോകുന്നത് ഗൗരിയാണ്. ലെറ്റ്സ് വെൽക്കം ഗൗരി. എന്തൊക്കെയുണ്ട് വിശേഷം? 5ാം ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രകൃതി റൗണ്ടിലാണ് ഇപ്പൊ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു പച്ചയുമായിട്ട് സാമ്യമുണ്ട്. മുഴുവൻ പച്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഒരു ചെറിയ ടിന്റ് ഉണ്ട്. അപ്പം ഏത് പാട്ടാ പാടുന്നത്? പാണ്ഡ്യാലക്കട വന്നിട്ടുള്ള പാട്ട്. എന്താണ് അതിന്റെ തീം? എന്താ, പ്രകൃതിയെ കുറിച്ച് വർണ്ണനയാണോ? എന്താണ്? വർണ്ണനയാണ്. വർണ്ണനയാണ്. അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. ശരി. പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ. പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ. ഒന്നേ 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 തുഴവായുന്നു വന്നേ വന്നേ വന്നേ
പുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ വലവീശി മടങ്ങുമ്പോൾ മുത്തും സ്വത്തും തിരയുമ്പോൾ തലയിലെ തൊപ്പി പോയി തകരാറായി വലവീശി മടങ്ങുമ്പോൾ മുത്തും സ്വത്തും തിരയുമ്പോൾ തലയിലെ തൊപ്പി പോയി തകരാറായി അച്ചാലും മുച്ചാലും മൂടിയിട്ടാഹാരം കഴിക്കരുതേ കൊച്ചിയിലെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കല്ലേ അച്ചാലും മുച്ചാലും മൂടിയിട്ടാഹാരം കഴിക്കരുതേ കൊച്ചിയിലെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കല്ലേ ഒന്നേ 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 തുഴവായുന്നു വന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു ഗൗരി, ചേച്ചി ശരിക്കും പ്രകൃതിയുടെ എല്ലാം ഒരു രസമുള്ള ഒരു നല്ല രസമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. നല്ല രസമുണ്ടായിരുന്നു പാട്ട്. അപ്പൊ ഇനി പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷക്ക, നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. മോൾക്ക് തൊണ്ടയ്ക്ക് കുറച്ച് സ്ക്രാച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നു എന്നുള്ള കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മോള് ഒരു ലൈവ് സ്റ്റേജിൽ നിന്ന് പാടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം. നേരത്തെ ഞാൻ പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞ പാട്ടിൻ്റെ ടെമ്പോ കുറയ്ക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിന് ഇത്തിരി ടെമ്പോ കൂട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. കുറച്ച് ഗ്രിപ്പ് കിട്ടിയേനെ. അത് പാട്ടിൻ്റെ ഒരു ഘടന അനുസരിച്ചിട്ട് നമ്മൾ പാടി നോക്കുമ്പോൾ നമുക്ക് അതിന് ജീവൻ കിട്ടണം. എപ്പോഴാണ് ചില പാട്ടിന് ടെമ്പോ കുറയ്ക്കുമ്പോൾ ജീവൻ കിട്ടും, ചില പാട്ടിന് ടെമ്പോ കൂട്ടുമ്പോൾ ജീവൻ കിട്ടും. ഇതിന് കുറച്ച് ജീവൻ കിട്ടിയതിന് കുറച്ച് ടെമ്പോ കൂട്ടി ഇതൊന്ന് പാടി നോക്കി. പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കുത്തും താളവും ഇട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് വായും തോണി പാണ്ഡ്യാലക്കടവും അത്ര വിട്ട് വേണ്ട. പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ. ഇതായിരുന്നു കുറച്ചും കൂടി ജീവൻ കിട്ടിയ പാട്ടിന് കേട്ടോ. അങ്ങനെ നമ്മൾ പാടി നോക്കുമ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കിയിട്ട് ആ പാട്ടിന് എപ്പോഴാണ് ഒരു
പ്രത്യേക ട്യൂൺ അല്ലെങ്കിൽ ഒരു റിതത്തിൽ വരുമ്പോൾ പാട്ടിന് കുറക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കൂട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ജീവൻ കിട്ടും. ആ സമയം അങ്ങനെ അതൊന്ന് പാടി നോക്കിയിട്ടൊന്ന് കൂട്ടിയും കുറച്ചും പാടി നോക്കിയിട്ട് ആ പാട്ട് ഇപ്പോൾ കൊള്ളാം, ഈ ടെമ്പോയിൽ കൊള്ളാമെന്ന് പറയുന്ന സ്ഥലത്ത് ലോക്ക് ചെയ്യണം കേട്ടോ. ബാക്കി മോളുടെ ശ്രുതി കാര്യങ്ങൾ ലയം ഇതെല്ലാം ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടി. മഹതി മാം. ഗൗരി മാം നന്നായി പാടി ഗൗരി. താങ്ക് യു മാം. ഗൗരി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇത്രയും പവറോടെയാണ് തുടങ്ങിയത് കേട്ടോ. തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ ഇതിങ്ങനെ തന്നെ പോണേ, സ്ക്രാച്ച് വരാൻ പാടില്ലേ എന്ന് വിചാരിച്ചപ്പോൾ സ്ക്രാച്ച് വന്നു. ഗൗരിക്ക് ഐ തിങ്ക് ഗൗരിയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോണാണ്. ഗൗരിയുടെ പിച്ചിങ് അത് ചില സ്ഥലത്ത് 100% പെർഫെക്റ്റ് ആണ്, ചില സ്ഥലത്ത് 50-50 പോലെ. എസ്പെഷ്യലി ഫസ്റ്റ് ഐ തിങ്ക് ചരണം തുടങ്ങിയ സ്ഥലം സ്പ്ലെൻഡഡ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ആ പിച്ചിങ്, ആ പെർഫെക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പല്ലവി തൊട്ട് അവസാനം വരെ കിട്ടിയായിരുന്നെങ്കിൽ ഗൗരിയുടെ വുഡ് ഹാവ് ബീൻ 100% പെർഫോമൻസ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് ഗൗരിയുടെ ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഗൗരി ഇത്രയ്ക്കും പവർഫുൾ ആയിട്ട് പാടണമെന്ന് ഐ ഡൗട്ട്. ഓക്കെ, കുറച്ച് ഇത്തിരി കുറച്ചിട്ടും കൂടി പാടി നോക്കൂ, സ്ക്രാച്ച് വരാണ്ടൊന്ന് നോക്കിക്കൂടെ. സോ ആ ത്രോ കുറച്ച് ഒരു 5% 10% കുറച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൗരി. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ. ഗൗരിയുടെ വായിസ് ഒരു നാസിൽ കലർന്ന വായിസാണ്, നന്നായിട്ട് പാടി. അതന്ന് ചരണം എടുക്കുമ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ലൈറ്റായി ശ്രുതി പെസകി പോയിന്, ഇനിമേൽ വരുമ്പോൾ കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പാട്. അത് ഈ മെട്ടിലെ തമിഴിലെ ഒരു പാട്ടുണ്ട്, താനാതാനേ ഏലക്കായ ഏലക്കായ ഏലരീസ நல்ல இரல கடுதாசியான் தன்னேதான் தானே தானதானே தானே தன்னே தன்னேதான் எழுத நல்ல தெரிஞ்சிருந்தான் நான் தான் எதிராளியே எந்தெடுவேன் தன்னேதான் தானே தானதானே தானே தன்னே தன்னேதான் அப்பாடறிய படிப்பறிய நான் தான் பள்ளிக்கூடம் தானறியன் தன்னேதான் தானே தானதானே தானே தன்னே தன்னே தானே படிக்க நல்ல தெரிஞ்சிருந்தான் நான் தான் பகையாளிய எந்தடுறேன் தன்னேதான் தானே தானதானே தானே தன்னே தன்னே தானே. നിങ്ങൾ പറയുന്നുണ്ടോ? ചോദിക്കാം നമുക്ക്. ഓക്കെ, നാദർശക 30-ൽ എത്ര മാർക്കാണ്? മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ 27. താങ്ക് യു സർ. മഹതി മാം. ഗൗരി, സോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് സിംഗേഴ്സിന് എല്ലാവർക്കും എന്താ പറയുക, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വോയിസ് ട്രെയിൻ. നമ്മളിങ്ങനെ പാടി നമ്മൾ എന്ത് ചെയ്യും, പാടുന്നവർക്ക് നമുക്ക് പാടാണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് സ്ട്രെയിൻ ഉള്ളപ്പോൾ നമ്മൾ കുഴപ്പമില്ല, നമുക്ക് പാടാമല്ലേ, ആ റെക്കോർഡിങ് പോയിട്ട് വരാം, ആ കച്ചേരി അങ്ങോട്ട് കഴിപ്പിക്കാമല്ലേ, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോവാറ്. സോ അതെന്താവും, വോയിസ് ഒന്നും കൂടി സ്ട്രെയിൻ ആവും. സോ അത് കഴിഞ്ഞിട്ട് അത് ബാക്ക് ടു നോർമൽസി വരാൻ വോയിസ് റെസ്റ്റ് പോലെ ഒരു ഗോൾഡൻ മന്ത്ര വേറെ ഒന്നുമില്ല. വോയിസ് റെസ്റ്റ് ചെയ്യണത് ഇസ് വെരി ഗുഡ്. ഓക്കെ, 27 ഗൗരി. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ. 27. താങ്ക് യു ജഡ്ജസ്. ഗൗരി 90-ൽ 81 മാർക്സാണ്, നല്ല മാർക്കാണ്. ഓക്കെ ഗൗരി, ഓൾ ദ ബെസ്റ്റ്. അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജിന്റെ പെർഫോമൻസ് ആണ്, നമുക്ക് ആസ്വദിക്കാം. காலம் போற போக்க பாரு தகிடத்தில்லாலே கலிகாலம் முத்தி முத்தி கொஞ்சமும் நல்லாலே காலம் போற போக்க பாரு தகிடத்தில்லாலே கலிகாலம் முத்தி போச்சு கொஞ்சமும் நல்லாலே ஆமாங்கோ பாருங்கோ ஆகாது கேளுங்கோ பேசுபுக்கு வந்ததாலே பேச்சு குறைஞ்சு போச்சு, வாட்ஸ்அப் வந்ததாலே வாழ்வு நாசமா
பேஸ்புக்கு வந்ததால பேச்சு குறைஞ்சு போச்சு, வாட்ஸ்அப்பில் வந்ததால வாழ்வு நாசமாச்சு. இங்கிலீஷ் வார்த்தையெல்லாம் சுருக்கெடுத்தா போச்சு, இங்கிலீஷ் வார்த்தையெல்லாம் சுருக்கெடுத்தா போச்சு. இன்டர்நெட்டால் தாய்மொழிக்கு சுருக்கு மாட்டியாச்சு, இன்டர்நெட்டால் தாய்மொழிக்கு சுருக்கு மாட்டியாச்சு. ஆமாங்கோ கேளுங்கோ ஆகாது பாருங்கோ. அசிங்கமான பிகரை பார்த்து பியூட்டி என்கிறான், ஆகாத பிகரை பார்த்து சூப்பர் என்கிறான். ஆமா, அசிங்கமான பிகரை பார்த்து பியூட்டி என்கிறான், ஆகாத பொண்ணை பார்த்து சூப்பர் என்கிறான். ரப்பர் வாயி மூஞ்சிக்கெல்லாம் லைக் போடுறான், ரப்பர் வாயி மூஞ்சிக்கெல்லாம் லைக் போடுறான். ராமுழுக்க தூங்காம செல்ல நோண்டுறான், ராமுழுக்க தூங்காம செல்ல நோண்டுறான். ஆமாங்கோ கேளுங்கோ ஆகாது பாருங்கோ. கருத்த பையன் சவத்த பொண்ண வளைக்க பாக்குறான், காதலிக்க அவ மறுத்தா போட்டு தாக்குறான். கருத்த பையன் சவத்த பொண்ண வளைக்க பாக்குறான், காதலிக்க அவ மறுத்தா போட்டு தாக்குறான். காதலுக்கும் காமத்துக்கும் வேறுபாடு தெரியல, காமத்துக்கும் காதலுக்கும் வேறுபாடு தெரியல. கள்ள காதல் மேட்டரெல்லாம் சொன்னா தாங்க முடியல, கள்ளக்காதல் மேட்டரெல்லாம் சொன்னா தாங்க முடியல. ஆமாங்கோ கேளுங்கோ ஆகாது பாருங்கோ. அம்மா ஓட்ட இருமலுக்கு மருந்து வாங்க நோகுறான், அவன் நடிகன் கட்டவுட்டுக்கு பால ஊத்தி சாவுறான். அம்மா ஓட்ட இருமலுக்கு மருந்து வாங்க நோகுறான், அவன் நடிகன் கட்டவுட்டுக்கு பால ஊத்தி சாவுறான். 5-10 சம்பாதிச்சா சினிமாவுக்கே கொடுக்குறான், 5-10 சம்பாதிச்சா சினிமாவுக்கே கொடுக்குறான். அதுல கொஞ்சம் மீந்துச்சுன்னா பேரு வாங்கி குடிக்கிறான், அதுல கொஞ்சம் மீந்துச்சுன்னா പേര് വാങ്ങി കുടിക്കണം. വ്യത്യസ്തമായ 2 റൗണ്ടുകളും 2 സ്പെഷ്യൽ പെർഫോമൻസുമായി മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ കൂടുതൽ മികച്ച ഗാനങ്ങളും മികച്ച റൗണ്ടുകളുമായി മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till then, it's Dr. Divya signing off from Minnamininga, powered by Lakshmi Jewelry. Good night.